പ്രതീക്ഷിച്ചതുപോലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ വിജയിച്ചു. ഇന്ത്യ മുന്നണി നിർത്തിയ സ്ഥാനാർത്ഥി തോറ്റു. റിട്ടയർഡ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി തോറ്റു. തോൽപ്പിച്ചോ? അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. തോൽപ്പിച്ചോ എന്നുള്ളതിനേക്കാളും ഒരു വലിയ അടിയൊഴുക്ക് അതിനുള്ളിൽ നടന്നിട്ടില്ലേ? ഈ CP രാധാകൃഷ്ണൻ്റെ ജയം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. കാരണം പാർലമെൻറ്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷം BJPക്കാണ്, അല്ലെങ്കിൽ NDAക്കാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കുക. അതിൻ്റെ കൂടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് YSR കോൺഗ്രസിൻ്റെയൊക്കെ പിന്തുണ കിട്ടി. BJPക്കാരല്ലാത്ത, NDAയിലല്ലാത്ത ചില ആൾക്കാരും പിന്തുണയ്ക്കാൻ വന്നു. പിന്നെ ചിലർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെ NDAയുടെ വിജയം ഉറപ്പായിരുന്നു. പക്ഷേ ചില ഈ അടിയൊഴുക്കുകൾ അവിടെ നടന്നിട്ടില്ലേ എന്ന് സംശയം. ആ അടിയൊഴുക്കുകളാണ് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക മാത്രമല്ല നാണം കെടുത്തുക കൂടി ചെയ്തിരിക്കുന്നു. എന്താണ് അഭിപ്രായം? അല്ല, ഒരു ദയനീയമായ പരാജയമായിരുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ പരിശോധിച്ച് നോക്കണം. ഞാനും കരുതി ചിലപ്പോൾ NDAയുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഇങ്ങോട്ടുണ്ടാകുമെന്ന് കരുതി. ആ രീതിയിലായിരുന്നു തയ്യാറെടുപ്പ്. MP-മാരെ വിളിപ്പിക്കുന്നു, മോക്ക് പോൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രസ്താവനകൾ വരുന്നുണ്ട്. കാരണം വലിയ അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ഭരണം തന്നെ ഇപ്പം മാറും, ഞങ്ങൾ മറിച്ചിടും എന്നൊക്കെ പറഞ്ഞാണ്. കാരണം ഇതൊരു തുടക്കമായിരുന്നു. വോട്ട് ചോരിക്ക് പിന്നാലെ ഇന്ത്യ മുന്നണി ശക്തിപ്പെട്ടിട്ടുണ്ട്. അതിന്റെ തുടക്കമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾ ബീഹാറിൽ കണ്ടോ? ഇത് ട്രെയിലർ മാത്രമാണ്. സിനിമ ബീഹാറിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന രീതിയിലുള്ള വലിയ പ്രസ്താവനകൾ വരുന്നു. മോക്ക് പോളിംഗ് നടത്തുന്നു. പിന്നീട് ഏറ്റവും അവസാനം ഈ കേരളത്തിലെ ഉൾപ്പെടെയുള്ള MP-മാരെല്ലാം ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പോയി വോട്ട് ചെയ്യും, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പോയി വോട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. വാളയാർ കഴിഞ്ഞാൽ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഇവർക്ക് ഒറ്റക്കെട്ടായി നിന്നേ പറ്റൂ. അതിനുശേഷം വോട്ടെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വരികയാണ്. ജയറാം രമേശിന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ 315 MP-മാരും ഒറ്റക്കെട്ടായി പോയി വോട്ട് ചെയ്തു. അന്ന് അദ്ദേഹത്തിന് കണക്ക് തെറ്റിയെന്ന് സംശയമുണ്ട്. കാരണം വൈകുന്നേരം ഈ വോട്ടെടുപ്പിന് ശേഷം വോട്ടെണ്ണു മുമ്പ് അദ്ദേഹം പറയുകയാണ് 315 പേരും കൃത്യമായി അവിടെ എത്തി വോട്ട് ചെയ്തു. ഈ മണിക്കൂറുകൾക്ക് ശേഷം വോട്ടെണ്ണ കഴിഞ്ഞപ്പോൾ 15 പേരെ കാണാനില്ല. ഇത് എങ്ങോട്ട് പോയെന്ന് വോട്ടിന്റെ ഒരു പിടിയും ഇല്ലാത്തൊരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ച് കൃത്യമായി തന്നെ വിലയിരുത്തിയിരുന്നു. നാം ഇന്നലെ തന്നെ ചർച്ച ചെയ്തിരുന്നു. വലിയ അട്ടിമറി ഉണ്ടാകും. ഇത് കോൺഗ്രസ് ആണ്, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ പരാജയപ്പെടാൻ ജനിച്ചവനാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം നയിച്ച ഏത് തെരഞ്ഞെടുപ്പിലാണ് വിജയിച്ചിട്ടുള്ളത്? അതുകൊണ്ടാണല്ലോ ഈ നെഹ്റു കുടുംബത്തിൽ ജയിച്ചവർക്ക് നൽകുന്ന പദവിയാണ് ഈ ACCയുടെ പ്രസിഡന്റ് ചുമതല. അത് ഇട്ടെറിഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? ഈ പരാജയങ്ങളാണ്, തുടർ പരാജയങ്ങൾ. അദ്ദേഹം തന്നെയാണ് BJPയുടെ ഐശ്വര്യമായി മാറിയിരിക്കുന്നത്. അത് തന്നെയാണ് നാം ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കാലത്തും കണ്ടത്. ആ ഇന്ത്യ മുന്നണി ഐക്യത്തോട് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയെ ഭയപ്പെട്ട് എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി ചേർന്നായിരുന്നു ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നത്. ആ ഇന്ത്യ മുന്നണി രൂപീകരിച്ച ശേഷം സംഭവിച്ചതോ ചെറിയ രീതിയിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നീട് അപ്പോഴാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ഞാനാണ് ഇതിന്റെ എല്ലാം ആൾ, എന്നെ കരുതിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന ഒരു ഞാനാണ്. ആ ധാരണയുമായി അദ്ദേഹം പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. ദയനീയമായി എല്ലായിടങ്ങളിലും പരാജയം. ഡൽഹിയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പരാജയം. പിന്നെ 2 ഇടത്ത് ജയിച്ചിട്ടുണ്ട്. അത് ജമ്മു കാശ്മീരിലും ജാർഖണ്ഡിലും. ഈ അവിടെയുള്ള 2 മുഖ്യമന്ത്രിമാരും വിജയിച്ചതിന് ശേഷം ആദ്യം തെറിവിളിച്ച കോൺഗ്രസിനെയാണ്. ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു, നിങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ശേഷം അതുവഴി പോയെന്ന് പറഞ്ഞ്. അത് അത് ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു. വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. അതിലൂടെയാണ് 2 വിജയങ്ങൾ ഉണ്ടായത്. എങ്ങനെയാണ്? ഈ രാഹുൽ ഗാന്ധി പറയുമ്പോൾ വോട്ട് ചോരി ഉണ്ടെങ്കിൽ അവിടെ എന്താ ജാർഖണ്ഡിൽ നടന്നിട്ടില്ല? ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ BJP പ്രവർത്തകന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണല്ലോ ജമ്മു കാശ്മീർ ഭരിക്കുക എന്നത്. അവരുടെ നേതാക്കൾ കുറച്ചു കാലങ്ങളായി തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 370-ാം വകുപ്പ് എടുത്തു മാറ്റിയതിനു ശേഷം ജമ്മു കാശ്മീരിലെ സീറ്റുകൾ പുനർനിർണയിക്കുകയും അതിൽ മാറ്റം വരുത്തുകയും ചെയ്തു. അപ്പോൾ BJP ലക്ഷ്യമിട്ടത് അവിടെ ഭൂരിപക്ഷ സമുദായം, ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായം അവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിനും
അനുകൂലമായ ഒരു വോട്ടിംഗ് അല്ലെ ഒരു മണ്ഡല വിഭജനം ലക്ഷ്യമിട്ടത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു മുഖ്യമന്ത്രി, ഒരു BJP-കാരനായ RSS-കാരനായ മുഖ്യമന്ത്രി വരണമെന്ന് അവർ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പല തന്ത്രങ്ങളും പയറ്റി അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് അവിടെ നിലവിലെ മുഖ്യമന്ത്രി വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇത് ചെയ്യാമെങ്കിൽ അവിടെ എന്താ വോട്ട് ചോരി നടത്തിക്കൂടെ? EVM-ൽ ക്രമക്കേട് നടത്തിക്കൂടെ? പക്ഷെ അവർ അവിടെ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് നമുക്ക് ഡൽഹിയിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാലം പരിശോധിക്കുമ്പോൾ അറിയാം, ആ ഒരു ട്രെൻഡിനനുസരിച്ചാണ് ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ബീഹാറിൽ ഇനി വീണ്ടും നിതീഷ് കുമാർ വന്നാൽ അത് വോട്ട് ചോരിയല്ല, അത് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ട് വരികയാണ്. അങ്ങനെ ഒരു മാറ്റം ഇപ്പോൾ സ്റ്റാലിനുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാം. നമുക്ക് സ്റ്റാലിനാണ് അവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യത. പക്ഷെ നാം ആന്ധ്രാപ്രദേശിൽ കണ്ടൊരു രീതിയുണ്ടല്ലോ, അവിടുത്തെ OSR കോൺഗ്രസിനെതിരെ, ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ അവിടെ ഏറ്റവും മികച്ച നിന്നത് അദ്ദേഹമായിരുന്നു, ജനപിന്തുണയുള്ള അദ്ദേഹത്തിനായിരുന്നു. പക്ഷേ NDA ഒരു മഴവിൽ സഖ്യം രൂപീകരിക്കുകയാണ്. BJP, പവൻ കല്യാണിന്റെ പാർട്ടി, അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടി, ഈ 3 പാർട്ടികളെയും ഒറ്റക്കെട്ടായി നിർത്തി പ്രധാന എതിരാളിയെ പരാജയപ്പെടുത്തുക. ആ രീതിയിലേക്കാണ് തമിഴ്നാട് പോകുന്നത്. അല്ലാത്ത പക്ഷം അവിടെ വിജയസാധ്യത നിലവിൽ കാണുന്നത് സ്റ്റാലിനാണ്. പക്ഷെ ഈ സഖ്യങ്ങൾ കൂടിച്ചേരുമ്പോൾ സ്റ്റാലിനെ പരാജയപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു തന്ത്രമാണ്, അല്ലാതെ വോട്ട് ചോരി എന്ന് പരാജയപ്പെട്ടത് ശേഷം കാര്യമില്ല. കൃത്യമായി തന്നെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം. അത് തന്നെയാണ് ഈ സ്ഥലത്തും നാം കണ്ടത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും കണ്ടത് 315 പേരുടെ വോട്ട് 300ആയി ചുരുങ്ങുന്നു. അതോടൊപ്പം തന്നെ BJP പ്രതീക്ഷിച്ചിരുന്ന വോട്ടിനേക്കാൾ 14 വോട്ട് കൂടുതൽ ലഭിക്കുന്നു. ഈ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത, കോൺഗ്രസിനെ വെറുക്കുന്ന, കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിനെ വെറുക്കുന്ന, കോൺഗ്രസിനെ എതിർക്കുന്ന, രാഹുൽ ഗാന്ധി എതിർക്കുന്നവർ എന്തു ചെയ്തു? ഈ അസാധുവാക്കുന്ന ഒരു രീതിയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ അവർ വിലയിരുത്തുന്നുണ്ട്. ഈ രാഹുൽ ഗാന്ധി ബീഹാറിൽ കാലുകുത്തി അതോടുകൂടി തന്നെ അവിടെ സംഭവിച്ചത് എന്താണ്? RJDക്ക് ഉൾപ്പെടെ പ്രതിസന്ധി ഉണ്ടാകുന്നു. പിന്നീട് BD വിവാദവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നൊരു സംഭാവന ഉണ്ടാകുന്നു. അതോടൊപ്പം നാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ള കാര്യം, ഈ 15-30 പേർ ഇതിൽ നിന്നും വ്യത്യസ്തമായ നിലപാടെടുത്തു. ഇപ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല. അതുകൊണ്ട് തന്നെ നാം പ്രതീക്ഷിക്കുന്നത് BJP മഹാരാഷ്ട്രയിൽ പയറ്റിയതുപോലെ, മറ്റ് സംസ്ഥാനങ്ങൾ പയറ്റിയതുപോലെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നും പിളർത്തി തങ്ങളുടെ ഭാഗം ശക്തിപ്പെടുത്താനുള്ള ശ്രമം കാണുന്നുണ്ട്. അത് കോൺഗ്രസിനെ അല്ല, മറിച്ച് NCP അടക്കമുള്ള, ശിവസേന അടക്കമുള്ള മഹാരാഷ്ട്രയിൽ ഒരു മാറ്റം എന്തായാലും എല്ലാവരെയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള NCPയിലെ, ശിവസേനയിലെ MP-മാർ സ്വാഭാവികമായി തന്നെ BJP പാളയത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് ഈ അസാധു വോട്ടും അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ 15 വോട്ടിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. BJP അത്തരം നീക്കങ്ങളിലേക്ക് അതിവേഗം തന്നെ കടക്കും. BJPക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഈ മഹാരാഷ്ട്ര തന്നെയായിരുന്നു അതിന്റെ തട്ടകം. അത് BJP കൃത്യമായി വിനിയോഗിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ അവിടെ അഖാഡി സഖ്യവുമായി ബന്ധപ്പെട്ട് അതിനെ പൂർണ്ണമായി പിളർത്തുകയാണ്. NCPയും അതോടൊപ്പം തന്നെ ശിവസേനയും പിളർത്തി തങ്ങളുടെ പാളയത്ത് എത്തിക്കുന്ന കാഴ്ചയുണ്ട്. ഇപ്പോൾ ഈ MP-മാർ അവർക്കാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് പരമാവധി MP-മാരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം BJP സ്വാഭാവികമായി നടത്തും. അത് നടത്താതെ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർ പരമാവധി നിതീഷ് കുമാറിനായാലും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവിനെ ആയാലും പൂർണ്ണമായി BJP ഒരു കാലത്തും വിശ്വസിക്കില്ല. BJPക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഒരു തന്ത്രങ്ങൾക്ക് മറുതന്ത്രം ഒരുക്കുക, ഒരു തന്ത്രം മാത്രമല്ല പല തന്ത്രങ്ങൾ പണിയുക എന്ന രീതിയിൽ ആ രീതിയിലേക്കുള്ള നീക്കം ഉണ്ടാകും. ഇപ്പോൾ BJP ഭരിക്കുകയാണ്. നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ TDPയും ഞങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷെ അവർ മറുകണ്ഠം ചാടുകയാണെങ്കിൽ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകും. ആ പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ്. അത് എന്തായാലും കോൺഗ്രസിന് കൃത്യമായി ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നേതാക്കൾ തന്നെ വിചാരിക്കും, ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇനി ഒരു കാലത്തും നടക്കില്ല. ഇനി ഒരു തെരഞ്ഞെടുപ്പ് 2029 തെരഞ്ഞെടുപ്പോടുകൂടി കഴിയുമ്പോൾ അത് സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. നെഹ്റു കുടുംബത്തിനെ ഒഴിവാക്കി ആ പാർട്ടിക്ക് പോകാൻ കഴിയില്ല. അത് അവർ പറയുന്നത് വളരെ കൃത്യമാണ്. ഒരു സംഘടന, ഒരു ആൾക്കൂട്ടമാണല്ലോ, ആ ആൾക്കൂട്ടത്തിനെ നിയന്ത്രിക്കുന്നത് നെഹ്റു കുടുംബമാണ്. അവർ ഒഴിയുകയാണെങ്കിൽ ആ പാർട്ടി വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് പോകും. അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവർ നിരന്തരം ഈ നെഹ്റു കുടുംബത്തിന്റെ സഹായം തേടുന്നത്. പക്ഷെ അതിനൊരു പരിധിയുണ്ട്.
ഇദ്ദേഹത്തിന്റെ പരാജയങ്ങൾ തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകൾ, അങ്ങനെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് സീറ്റ് ലഭിച്ചത് ഈ യുവരാജാവ് ഏറ്റെടുത്തതിന് ശേഷമാണ്, നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമാണ്. 44 സീറ്റിലേക്ക് ഈ പാർട്ടി ചുരുങ്ങുകയാണ്. പിന്നീട് അത് 52 ഇപ്പോൾ 99 ഇനി ഏത് കാലത്താണ് 272 എന്ന ഒറ്റ സംഖ്യയിലേക്ക് എത്താൻ കഴിയുക എന്നത് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കരുത്ത് കൂട്ടുകയാണ്. ഇപ്പോൾ ഒരു ഇടിവ് സംഭവിച്ചാലും അവരുടെ ലക്ഷ്യം 400 സീറ്റാണ്. അവർ ഏത് കാലത്തായാലും അതിലേക്കുള്ള എത്താനുള്ള നീക്കങ്ങൾ തുടരുകയാണ്. അത് തന്നെയായിരിക്കും അതിന്റെ എല്ലാം ഒരു തന്ത്രമാണ്. ഈ വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും മറ്റു പാർട്ടികൾക്കും നൽകുന്ന ഒരു സന്ദേശമാണ്. നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഞങ്ങൾ പരാജയപ്പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ വിജയം കൊയ്യാൻ ഞങ്ങൾക്ക് കഴിയും. അതിനുള്ള തന്ത്രവും അതിന്റെ ആൾബലവും ഞങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്.